ആക്രമണം ഒന്ന് പരിശോധിക്കാം. ഖത്തറിലെ വെസ്റ്റ് ബേയിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. നമുക്കിവിടെ കാണാൻ സാധിക്കും. പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം എന്ന് തന്നെയാണ്. ദോഹയ്ക്ക് സമീപമുള്ള ഈ പ്രദേശം എന്ന് പറയുന്നത് വിവിധ രാജ്യങ്ങളുടെ എംബസികൾ, ഒപ്പം സമ്പന്നരുടെ വസതികൾ, സ്കൂളുകൾ ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ്. ഖത്തറിലെ ഈ പ്രധാനപ്പെട്ട കേന്ദ്രം ലക്ഷ്യമിട്ടുകൊണ്ട് ആസൂത്രിതമായ ഒരു ആക്രമണമാണ് നടത്തിയതെന്ന് വ്യക്തമാണ്. വെസ്റ്റ് ബേയിൽ നടത്തിയ ആക്രമണത്തെ അങ്ങനെ തന്നെ നമ്മൾ കരുതുകയും വേണം. ഇതിൽ ഹമാസ് നേതാക്കൾ താമസിക്കുന്ന കേന്ദ്രം ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്ന് വ്യക്തമാവുകയാണ്. കാരണം അവിടെയാണ് ഈ സമാധാന ചർച്ചയ്ക്ക് എത്തിയ ഹമാസ് നേതാക്കൾ താമസിച്ചിരുന്നതെന്ന് വ്യക്തവുമാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് ഈ ആക്രമണം നടത്തിയതെന്ന്. ഇതാണ് ഖത്തർ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ഇവിടെയാണ് ഇസ്രായേൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തി? ഇത്രയും ദൂരം ഇസ്രായേലിൽ നിന്ന് നമുക്കിവിടെ ജോർദാൻ കാണാം, ഇവിടെ സൗദി അറേബ്യ, ഇവിടെ കുവൈറ്റ്, ഇറാഖ്, ബാഗ്ദാദ്. ഇതാണ് ഇതിൻ്റെ ഒരു ജിയോഗ്രഫി എന്ന് പറയുന്നത്, ഭൂപശ്ചാത്തലം എന്ന് പറയുന്നത്. ഇസ്രായേലിൽ നിന്നും ജോർദാന്റെ വ്യോമപാത വഴി തന്നെയായിരിക്കണം ഖത്തറിലേക്ക് ആക്രമണം നടത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനുപയോഗിച്ചിരിക്കുന്നത് 15 ഫൈറ്റർ ജെറ്റുകളാണ് എന്ന് വ്യക്തമാവുകയാണ്. ഇവയിൽ 10 എയർ ടു ഗ്രൗണ്ട് മിസൈലുകൾ ആണ്. അത് എയർ ടു ഗ്രൗണ്ട് എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ 10 മിസൈലുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. F-35 ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഇസ്രായേലും ഖത്തറും തമ്മിൽ ഏതാണ്ട് 1000 മൈലിലധികം ദൂരമുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും. സൗദിയുടെയും ഒപ്പം ജോർദാന്റെയും വ്യോമ മേഖലയിലൂടെയാണ് ഈ ഫൈറ്റർ ജെറ്റുകൾ പോയിട്ടുള്ളത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആസൂത്രിതമായ ഒരു വ്യോമാക്രമണം തന്നെയാണ് ഇസ്രായേൽ ഖത്തറിന് നേരെ നടത്തിയത്. അത് തീർച്ചയായും സമാധാന ചർച്ചകൾക്കെത്തിയ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ജോർദാന്റെയും സൗദിയുടെയും വ്യോമപാതകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ കൃത്യമായി ആസൂത്രണം ചെയ്തിരിക്കുന്ന ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. പക്ഷേ ഹമാസ് നേതാക്കളെ, സമാധാന ചർച്ചകൾക്കെത്തിയ പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കളെയാണ് ലക്ഷ്യമിട്ടതെങ്കിൽ പോലും പ്രധാനപ്പെട്ട നേതാക്കളാരും, മുതിർന്ന ഹമാസ് നേതാക്കളാരും കൊല്ലപ്പെട്ടിട്ടില്ല എന്നത് തന്നെയാണ് ഹമാസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഗൾഫ് രാജ്യങ്ങളിൽ ഒപ്പം പശ്ചിമേഷ്യയിൽ നിലവിൽ തുടരുന്ന സംഘർഷാവസ്ഥയ്ക്ക് ആക്കം കൂട്ടുന്നത് തന്നെയായിരുന്നു ഇസ്രായേൽ ഖത്തറിന് മേൽ നടത്തിയ ആക്രമണം. ഇതിലൊരു തിരിച്ചടി ഉണ്ടാകുമെന്ന് ഖത്തർ പറയുമ്പോൾ പോലും അതൊരു പ്രത്യാക്രമണം എന്ന നിലയ്ക്കല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നയതന്ത്രപരമായി ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടി സാധ്യമായതെല്ലാം ഖത്തറും ഒപ്പം ഖത്തറിനെ പിന്തുണയ്ക്കുന്ന ഗൾഫ് രാജ്യങ്ങളും സ്വീകരിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗസയിലെ സമാധാന ചർച്ചകളുമായി മുന്നോട്ടു പോകും. ഗസയിലെ മനുഷ്യർക്ക് വേണ്ടി ഇനിയും ചർച്ചകൾക്ക് നേതൃത്വം നൽകുമെന്ന് തന്നെയാണ് ഖത്തർ ഈ അവസരത്തിലും വ്യക്തമാക്കുന്നത്. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ അതിന് പിന്തുണ നൽകുകയും ചെയ്യുമ്പോൾ പ്രതീക്ഷ ഇപ്പോഴും ബാക്കിയാവുകയാണ്.